Good morning, all. Good morning, ma'am. Good morning, ma'am. Okay. നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ കുറച്ചധികം ഉണ്ട്, കുറച്ച് നാളത്തേക്ക് നമുക്ക് ഈ ഒരു ചാപ്റ്റർ തന്നെ ആയിരിക്കും. അപ്പൊ അതിൽ നമ്മള് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് 5 ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഓർമ്മയുണ്ടോ ഏതൊക്കെയാണെന്നാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ഓർ ലീഡിങ് ആൻഡ് കൺട്രോളിങ്. ഓക്കെ, അപ്പൊ അതില് നമ്മള് പ്ലാനിങ് എന്താണെന്ന് പഠിച്ചു അല്ലെ. ഇപ്പൊ പ്ലാനിങ്ങിന്റെ ഉള്ളിൽ വരുന്ന പോയിന്റ്സുകള്, ദെൻ ഓർഗനൈസിങ് കംപ്ലീറ്റ് ചെയ്തു. 2 പോയിന്റുകളാണ്, അതായത് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ഇല്ല, പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും. ഈ 2 പോയിന്റുകളാണ് നമ്മൾ ഇതുവരെ എടുത്തിരിക്കുന്നത്. ഓക്കെ ആണോ? അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർഗനൈസിങ് വരെയാണ് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റാഫിംഗ് ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോ പ്ലാനിങ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഡെഫിനിഷൻസ് കാര്യങ്ങളൊക്കെ പഠിച്ചു. ദെൻ എസെൻഷ്യൽ ഓഫ് ഗുഡ് പ്ലാനിങ് എങ്ങനെയാണ് അല്ലേ, ജസ്റ്റ് ഒന്ന് വായിച്ച് എങ്ങനെയാണ് കേട്ടോ, എന്നാലേ ആ കണ്ടിന്യൂഷൻ കിട്ടുള്ളേ. സോ എസെൻഷ്യൽ ഓഫ് നല്ലൊരു ഗുഡ് പ്ലാനിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദെൻ ടൈപ്സ് ഓഫ് പ്ലാനിങ് അല്ലെ, ടൈം പീരീഡ് പറഞ്ഞു, അപ്രോച്ച്, ദെൻ ഡിഗ്രി ഓഫ് ഫോർമലൈസേഷൻ. അതിൽ നമ്മൾ ഫോർമൽ പ്ലാനിങ് എന്താണ്, ഇൻഫോർമൽ പ്ലാനിങ് എന്താണ്? ഫോർമൽ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞൊരു സ്ട്രക്ചർ ഒക്കെ ഉണ്ടാകും അല്ലേ, ഓൾറെഡി പ്ലാനിങ് ഒക്കെ ആയിരിക്കും. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ അതിന് സ്ട്രക്ചർ ഒന്നും ഇല്ല. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് കണ്ടന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിൽ നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്താണ്, ദെൻ ഓപ്പറേഷണൽ പ്ലാനിങ് അല്ലേ. സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറഞ്ഞാല് ഫ്യൂച്ചർ ഡയറക്ഷനിലേക്കുള്ള കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത് പറഞ്ഞു. 3 to 5 years ആണ് അതിന്റെ പ്ലാനിങ് ടൈം അല്ലെങ്കിൽ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ദെൻ ഓപ്പറേഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡേ ടു ഡേ ഓപ്പറേഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ പ്ലാനിങ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ നോക്കിയത് ഓർഗനൈസിങ് എന്താണെന്ന് നോക്കി അല്ലേ. അതായത് നമ്മൾ പറഞ്ഞു വസ്തുക്കളെയൊക്കെ നമ്മൾ കണ്ടെത്തി അതിന് നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ആയിട്ട് തരംതിരിക്കുന്നു എന്ന് പറഞ്ഞു. JD യുടെ ഒരു ഡെഫിനിഷനും ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ദെൻ സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞായിരുന്നു. സ്പാൻ ഓഫ് കൺട്രോൾ അറിയപ്പെടുന്നത് സ്പാൻ ഓഫ് മാനേജ്മെന്റ്, സ്പാൻ ഓഫ് സൂപ്പർവിഷൻ, സ്പാൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ഓർ സ്പാൻ ഓഫ് അതോറിറ്റി. ഈ എല്ലാ പേരുകളിലും സ്പാൻ ഓഫ് കൺട്രോൾ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞു. ദെൻ നമ്മൾ അതിലെ സബ് പോയിന്റുകൾ പഠിച്ചു. അവിടെ വരെയാണ് നമ്മൾ ഇതുവരെ എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്നൊരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. ദെൻ നെക്സ്റ്റ് അടുത്ത പോയിന്റ് ആയിട്ടുള്ള സ്റ്റാഫിംഗിലേക്ക് പോകണം. ഓക്കെ, ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, ഫങ്ഷൻസ് തുടങ്ങി വായിച്ചാൽ മതി കേട്ടോ. മൂന്നാമത്തെ ഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റാഫിംഗ് ആണ് ഇനി എടുക്കാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോയിട്ടുണ്ട്. അത് കുറച്ചും കൂടി എന്താ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ.
ഡെഫിനേഷൻസ് ഒക്കെ പ്രത്യേകം പഠിച്ചു വെക്കണം കേട്ടോ. ഡെഫിനേഷൻസ് ആ വ്യക്തികളുടെ പേരുകൾ ഓർത്തിരിക്കുക. കുറെ പേരുകൾ വരുന്നുണ്ട്, അതുകൊണ്ട് കൺഫ്യൂഷൻ ഒക്കെ ആക്കാം. ഓക്കെ, അതുകൊണ്ട് പേരുകൾ പ്രത്യേകം ഓരോ ഡെഫിനേഷനും അത് എഴുതിയ വ്യക്തി പേര് കൂടി പഠിച്ചു വെക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് അടുത്ത ഫംഗ്ഷൻ, മാനേജ്മെന്റിന്റെ മൂന്നാമത്തെ ഫംഗ്ഷൻ ആണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോ സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ എന്താണ് സ്റ്റാഫിംഗ് കൊണ്ട് നിങ്ങളുടെ മനസ്സിലോട്ട് സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത്? കമന്റ് ചെയ്യാമോ? നിങ്ങളുടെ ആശയങ്ങളാണ് കേട്ടോ, അത് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കണ്ട. അപ്പോയിന്റ്മെന്റ്സ് ഓഫ് സ്റ്റാഫ്. ഓക്കെ, സ്റ്റാഫുകൾ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നു. വേറെ ആർക്കും പോയിന്റ്സ് ഒന്നും ഇല്ല? ആലോചിച്ച് നോക്കൂ, സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പറയുന്നത്? ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ നമുക്ക് നൽകാം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, നോക്കാം. അപ്പൊ സ്റ്റാഫിംഗില് ഒരു ഡെഫിനിഷൻ അല്ല, ഒരു കോട്ടാണ് തന്നിരിക്കുന്നത്. നോക്കാം. അക്കോർഡിംഗ് ടു കൂൺസ് ആൻഡ് ഓഡോണെൽ. ഓക്കെ, ഒരു വ്യക്തിയുടെ പേരാണ് കൂൺസ് ആൻഡ് ഓഡോണെൽ. ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു സ്റ്റാഫിംഗിനെ കുറിച്ചിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഡെഫിനേഷൻ ഒന്ന് വായിക്കാം. Managing the function of staffing involves managing the organization structure through proper and effective selection, appraisal and development of personnel to fulfill the roles defined and structure. Staffing involves. അപ്പോ ഇവര് പറയുന്നത് ഷോർട്ടാക്കി പറഞ്ഞുതരാം. കൂൺസ് ആൻഡ് ഓഡോണെൽ. ഓക്കെ, അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് തയ്യാറാക്കിയിട്ടുള്ള സ്റ്റാഫിംഗിനെ കുറിച്ചിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് പറയുന്നത്. ഇവിടെ പറയുന്നത് മാനേജിംഗ് ദ ഫംഗ്ഷൻ ഓഫ് സ്റ്റാഫിംഗ് ഇൻവോൾവ്സ് മാനേജിംഗ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ത്രൂ പ്രോപ്പർ ആൻഡ് ഇഫക്റ്റീവ് സെലക്ഷൻ. അതായത് ഇപ്പോ ഓരോരുത്തർക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന സ്റ്റാഫിനെ, അപ്പൊ ഓരോ സ്റ്റാഫിനെയും എല്ലാ സ്റ്റാഫുകൾക്കും ഇപ്പൊ ഒരു കമ്പനി എന്നിരിക്കട്ടെ, എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പൊ ഒരു സ്ഥാപനം, ഒരു കമ്പനി, അല്ലെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, ഒരു സ്കൂൾ ആയിക്കൊള്ളട്ടെ, അവിടുത്തെ എല്ലാ സ്റ്റാഫുകളും ഒരേ റോൾ ആയിരിക്കും? ആണോ? പല റോളുകളിലും വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ട്, അല്ലെ? ഇപ്പൊ ഒരു കോളേജ് ആകുമ്പോ എന്തൊക്കെ ഉണ്ടാകും? ടീച്ചേഴ്സ് ഉണ്ടാകും, അല്ലെ? ഇപ്പൊ ടീച്ചേഴ്സിന്റെ റോൾ ഉണ്ട്. ദെൻ ഓഫീസ് സ്റ്റാഫുകൾ ഉണ്ടാകാം, ക്ലീനിങ് സ്റ്റാഫ് ഉണ്ട്, ക്ലറിക്കൽ സ്റ്റാഫ്, പ്രിൻസിപ്പള്, ദെൻ ഓഫീസ് സ്റ്റാഫ് ഉണ്ടാകാം, അല്ലേ? അപ്പൊ അങ്ങനെ ലൈബ്രറിയിൽ ഉണ്ടാകാം, ഇല്ലേ? അപ്പൊ പല പല റോളുകളാണ് ഒരു കമ്പനിയിൽ തന്നെ പല പല റോളുകളിലാണ് സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു റോളും ഓരോരുത്തരുടെ ആ ഒരു റോളുകളും അതുപോലെ തന്നെ ആ ഒരു സ്ട്രക്ചറും ആ ഒരു റോളും ഫലപ്രദമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നല്ല രീതിയിൽ എന്താണ് ഫലപ്രദമാക്കാൻ വേണ്ടിയിട്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുകയാണ്. സ്റ്റാഫിനെ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ റോള് ഫലപ്രദമാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആൻഡ് ഇഫക്റ്റീവ് സെലക്ഷൻ, അല്ലെ? നല്ലൊരു സെലക്ഷൻ പർപ്പസിലൂടെ വേണം സ്റ്റാഫുകളെ നിയമിക്കാൻ. ചുമ്മാ എല്ലാ സ്റ്റാഫുകളെയും നമ്മൾ നിയമിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു കമ്പനിയില് ഇപ്പൊ നിങ്ങള് ഒരു ഫ്യൂച്ചറിൽ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യും, അല്ലെ? ഇപ്പൊ ഇന്റർവ്യൂവിൽ നമ്മുടെ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ടാണ് സ്റ്റാഫുകളെ നിയമിക്കുന്നത്. ഏതൊരു കമ്പനിയിലാണെങ്കിലും അങ്ങനെയല്ലേ? അല്ലാതെ വരുന്ന എല്ലാവരെയും അവരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ടോ? ഇങ്ങനെയാണോ? അപ്പോയിന്റ്മെന്റ് കൊടുക്കാറുണ്ടോ? ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ജോലി കൊടുക്കാറുണ്ടോ? ഇല്ല. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്, അല്ലെ? അവരുടെ ക്വാളിഫിക്കേഷൻ ആകാം, ദെൻ പെർഫോമൻസ് ആകാം, അവരുടെ എക്സ്പീരിയൻസ് ആകാം. സോ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മള് ടാലന്റ് നോക്കും, അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസ്, ചിലപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ നോക്കും, അല്ലെ? ഇങ്ങനെയെല്ലാം നോക്കിക്കൊണ്ടാണ് നമ്മള് ഒരു സ്റ്റാഫിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനെയാണ് സ്റ്റാഫിംഗ് എന്നത് കൊണ്ട് കൂൺസ് ആൻഡ് ഓഡോണെൽ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? എന്നുകൂടി പറയാം. അതായത് ഓരോരുത്തരുടെ റോൾസ്, അല്ലെ? ഇപ്പൊ ഒരു കമ്പനിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള റോൾസുകൾ ഉണ്ടാകും. സോ ഈ റോള് ഫലപ്രദമാക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആൻഡ് ഇഫക്റ്റീവ് സെലക്ഷനിലൂടെ നമ്മൾ സ്റ്റാഫുകളെ നിയമിക്കുന്നു.
അല്ലെ? അതായത് ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു റോളിലേക്ക് ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചറിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് അല്ലെ? ആ ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ, എക്സ്പീരിയൻസ് ഉണ്ടോ, ടാലന്റ് ആണോ, സ്കിൽഡ് ആണോ, സബ്ജക്ട് നോളജ് ഉണ്ടോ, ഇതിനെല്ലാം നോക്കിയിട്ടാണ് ഒരു ടീച്ചറിനെ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ഓരോ പോസ്റ്റിലേക്കുമുള്ള സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുന്നത് ഇഫക്റ്റീവ് ആയിട്ടുള്ള എല്ലാ രീതിയിലും നല്ല രീതിയിൽ നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റാഫിനെ സെലക്ട് ചെയ്യുന്നത്. Then appraisal and development of personnel to fulfill the role. അല്ലെ? അതായത് അവനെ തിരഞ്ഞെടുത്ത റോള് ഫുൾഫിൽ ചെയ്യാനായിട്ട് അപ്രൈസൽ ആൻഡ് ഡെവലപ്മെന്റ്, അതായത് വിലയിരുത്തൽ. അപ്രൈസൽ എന്ന് പറഞ്ഞാൽ വിലയിരുത്തലും ഡെവലപ്മെന്റ്. വിലയിരുത്താന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ചിലപ്പോൾ ഒരു ടീച്ചർ ആണെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നതായിട്ട് വരും ഇല്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസന്റേഷൻ എങ്ങനെയാണെന്ന് നോക്കും. ആ ഒരു ടൈമിലുള്ള നിങ്ങളുടെ പ്രസന്റേഷൻ ചിലപ്പോൾ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ ആക്റ്റീവ് ആണോ, ടാലന്റഡ് ആണോ, സ്കിൽഡ് ആണോ, ആ ഒരു നമ്മുടെ അപ്രൈസൽ ആണ്, ആ ഒരു വിലയിരുത്തലാണ് നമ്മൾ സ്റ്റാഫിനെ അല്ലേ? ദെൻ ആ വിലയിരുത്തലിലൂടെയാണ് ആ റോള് അവന് ഫിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് നമ്മള് സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അതിനെയാണ് സ്റ്റാഫിംഗ് എന്നത് കൊണ്ട് അക്കോർഡിംഗ് ടു കൂൺസ് ആൻഡ് ഡോണേൽ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? അതായത് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ കൊടുക്കുകയാണ്. അല്ലാതെ നമ്മൾ ചുമ്മാ വരുന്ന എല്ലാ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും സെലക്ട് ചെയ്യുക എന്നല്ല, മറിച്ച് അവന് ആ റോള് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുമോ, അവന് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ, ടാലന്റ് ഉണ്ടോ, സ്കിൽഡ് ആണോ, എക്സ്പീരിയൻസ്ഡ് ആണോ എന്നതിന്റെ അടിസ്ഥാനത്തില് നമ്മള് സ്റ്റാഫിനെ നിയമിക്കുന്നു. അതിനെയാണ് സ്റ്റാഫിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആക്കി പറയുകയാണെങ്കിൽ അത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ സ്റ്റാഫിംഗ്? ഓക്കെ, ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഇനി വായിക്കുമ്പോ കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, സ്റ്റാഫിംഗ് നോക്കിയാണല്ലോ, അണ്ടർലൈൻ ചെയ്യാട്ടോ. അക്കോർഡിംഗ് ടു കൂൺസ് ആൻഡ് ഡോണേൽ അണ്ടർലൈൻ ചെയ്യാട്ടോ. ഡെഫിനേഷൻ ചോദിച്ചിട്ട് ചിലപ്പോൾ റിട്ടേൺ ബൈ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എക്സാമിന്. ഒരുപാട് ഡെഫിനേഷൻ ഉണ്ട് കേട്ടോ, അപ്പൊ അത് ഓർത്തിരിക്കുക. വേണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഒരു റഫ് ബുക്കിലോ അങ്ങനെ കുറച്ച് ഡെഫിനേഷൻസ് കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എക്സാമിന് അപ്പൊ അത് പഠിക്കാൻ എളുപ്പമായിരിക്കും കുറച്ചും കൂടി. ഓക്കെ, നിർബന്ധം പറയണില്ല, പറ്റുന്ന പോലെ ടൈം കിട്ടുന്നവരാണെങ്കിൽ ഡെഫിനേഷൻസും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ എക്സാമിന്റെ ടൈമിൽ ആ ഒരു ബുക്കും കയ്യിൽ വെച്ച് പഠിക്കാം. ഓക്കെ, the next one, manpower planning. Okay, manpower planning. It is also known as human resource planning. Underline cheya. Manpower planning ine parayunna mattoru perana human resource planning. Human resource planning consists of putting the right number of people at the right place at the right time, doing the right things for which they are suited for attachment of goals of the organization. എന്താണ് പറയുന്നത്? അതായത് ഓർഗനൈസേഷൻസിന്റെ ഗോള് അല്ലെ, ഇപ്പൊ ഒരു ബിസിനസ് ആയിക്കൊള്ളട്ടെ, ആ ഒരു ഓർഗനൈസേഷന്റെ ഗോള്, ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, അതായത് അവരുടെ റോൾ അവിടെ ഫുൾഫിൽ ചെയ്യണമല്ലോ. സോ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പുട്ടിങ് ഇൻ ടു റൈറ്റ് നമ്പർ ഓഫ്, ആവശ്യത്തിനുള്ള പീപ്പിൾസിനെയും കറക്റ്റ് പ്ലേസിലും കറക്റ്റ് ടൈമിലും അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ഓർ മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് ഹ്യൂമൻ ഒരു ഇമ്പോർട്ടന്റ് അല്ലേ, ആണോ? മാൻ പവർ അല്ലേ ഒരു ബിസിനസ്സിൽ ഏറ്റവും വേണ്ടത്. ബാക്കി നമുക്ക് മണി, പവർ ഇങ്ങനെയൊക്കെ വേണം, എങ്കിലും ഹ്യൂമൻ മാൻ പവർ ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് നമ്പർ ഓഫ് പീപ്പിൾസിന് കറക്റ്റ് പ്ലേസില്ല, കറക്റ്റ് ടൈമില്ല നിയോഗിക്കുക. ഈ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞില്ലേ, ഇഫക്റ്റീവ് ആയിട്ടുള്ള സെലക്ഷനിലൂടെ കറക്റ്റ് നമ്പേഴ്സ് എണ്ണം ആളുകളെ സെലക്ട് ചെയ്യുക, റൈറ്റ് പ്ലേസിലേക്ക് റൈറ്റ് ടൈമിൽ സെലക്ട് ചെയ്യുക. എന്തിനു വേണ്ടി? ഫോർ അറ്റൈൻ ദ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. മാൻ പവർ പ്ലാനിങ് സിമ്പിൾ ആണ്. ഇത് നമുക്ക് വേറെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു പോകാൻ ഒന്നുമില്ല അല്ലേ, മാക്സിമം ഷോർട്ട് ആക്കിയിട്ടുള്ള കാര്യമാണ്. ഇത് ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് വായിച്ചു പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഒരുപാട് പറഞ്ഞാൽ അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും ഇല്ലേ? ഒരുപാട് പറഞ്ഞു പോയാൽ അത് ബോറിംഗ് ഉള്ള കാര്യമാണ്. കുറച്ച്
എന്താ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലേ, അപ്പോ എക്സാക്ട് ആ പോയിന്റ് നമ്മൾ അതുപോലെ തന്നെ വായിച്ച് മനസ്സിലാക്കി പഠിക്കുക തന്നെ വേണം. ഓക്കെ, ക്ലിയർ ആണ്. ദെൻ നെക്സ്റ്റ് നോക്കാം, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ആൻഡ് പ്ലേസ്മെന്റ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള വാക്കുകളാണ്. ഈ റിക്രൂട്ട്മെന്റ് ചെയ്യുക, സെലക്ഷൻ ചെയ്യുക, പ്ലേസ്മെന്റ് കൊടുക്കുക, അല്ലേ? ഒരുവിധം നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് എന്തെങ്കിലും ജസ്റ്റ് കേട്ട് പരിചയമെങ്കിലും ഉണ്ടാകും, അല്ലേ? എന്താണെന്ന് അറിയില്ലെങ്കിലും നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള വാക്കുകളാണ്, അല്ലേ? നോക്കാം, റിക്രൂട്ട്മെന്റ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന്. അപ്പൊ ഇത് മൂന്നും പഠിക്കണം കേട്ടോ. മൂന്നും എന്താണെന്നുള്ളത് പഠിക്കണേ. ഫസ്റ്റ് വൺ, recruitment is the process of actively seeking out, finding and hiring candidates for a specific position or job. Underline ചെയ്യാ, recruitment എന്താണെന്നാണ്. Recruitment is the process of actively seeking out, finding and hiring candidates for specific position or job. അതായത് ഒരു നിർദ്ദിഷ്ട ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പൊസിഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ജോബിന് വേണ്ടിയോ ഉദ്യോഗാർത്ഥികളെ, അതായത് ഉദ്യോഗാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ജോലിക്ക് വേണ്ടി നടക്കുന്നവരുണ്ടല്ലോ, ഉദ്യോഗാർത്ഥികളെ സീക്കിംഗ് ഔട്ട്, കണ്ടെത്തുക, ഫൈൻഡിങ്, കണ്ടെത്തുക, ദെൻ അവരെ ആ ഒരു പൊസിഷനിലേക്ക് കണ്ടെത്തുകയും അന്വേഷിക്കുക, സീക്കിംഗ് ഔട്ട് അന്വേഷിക്കുക, ദെൻ ഫൈൻഡിങ് കണ്ടെത്തുക, ദെൻ അവരെ ആ ഒരു പൊസിഷനിലേക്ക് ഹയർ ചെയ്യുക, നിയമിക്കുക. അണ്ടർലൈൻ ചെയ്യേണ്ടത് ഫസ്റ്റ് പോയിന്റ് നമ്മളിപ്പോ പറഞ്ഞില്ലേ, ടീച്ചർ വായിച്ചില്ലേ, recruitment is the process of actively seeking out, finding and hiring candidates for specific position or job. അവിടം വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് രണ്ട് ബ്രാക്കറ്റ്സിൽ കൊടുക്കില്ലേ, റിക്രൂട്ട്മെന്റ് എന്താണെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്തോ? ഞാൻ വായിച്ച ഫസ്റ്റ് സെന്റൻസ് തന്നെ. ഓക്കെ, അപ്പോ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പൊസിഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ജോബിന് വേണ്ടിയോ, മീൻസ് ഉദ്യോഗാർത്ഥികളെ നമ്മൾ അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു, ദെൻ അവരെ നിയമിക്കുന്നു. അതിനെയാണ് എന്ത് വിളിക്കുക? റിക്രൂട്ട്മെന്റ് എന്ന് വിളിക്കുന്നത്. നോർമലി നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെ, അല്ലേ? അപ്പോ റിക്രൂട്ട്മെന്റ് ഓക്കെ ആണല്ലോ. ദെൻ the recruitment definition include the entire hiring process. റിക്രൂട്ട്മെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു നിയമിക്കുന്നത് ഫുൾ ആയിട്ട് അതിന് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒരു പേഴ്സണെ നമ്മൾ നിയമിക്കുകയാണ്, ചിലപ്പോൾ ഇന്റർവ്യൂസിലൂടെയും മറ്റും ഉദ്യോഗാർത്ഥികളെ ആ റൈറ്റ് പൊസിഷനിലേക്ക് നമ്മൾ നിയമിക്കുന്നു. From inception to the individual recruits integration into the company. ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരംഭം മുതൽ, അതായത് ആരംഭത്തിൽ എന്ത് ചെയ്യുന്നു? വെറുതെ ചുമ്മാ ഉദ്യോഗാർത്ഥികളെ നമ്മൾ തിരഞ്ഞെടുക്കില്ലല്ലോ. ആരംഭം മുതൽ ഇൻസെപ്ഷൻ തുടങ്ങി ഇൻഡിവിജ്വൽ റിക്രൂട്ട്സ് ഇന്റഗ്രേഷൻ ഇൻ ടു ദ കമ്പനി. ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ കമ്പനിയിൽ ഒരു സ്റ്റാഫ് ആക്കുന്നത് വരെയുള്ള ഒരു പ്രോസസ്സ്, ഇതിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇൻസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ആരംഭം, അതായത് ഇന്റർവ്യൂ ഒക്കെ നമ്മൾ കൊടുത്തു, ചിലപ്പോൾ ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും. ദെൻ ഇന്റഗ്രേഷൻ, എന്നിട്ടാണ് നമ്മൾ കമ്പനിയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിനെ, ഇല്ലേ? ഇപ്പൊ നിങ്ങൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ചില ജോലികൾക്കൊക്കെ ആണെങ്കിൽ ഒരു 3 month ട്രെയിനിങ് ഒക്കെ കൊടുക്കും, ചിലപ്പോൾ മാർക്കറ്റിങ്ങിനൊക്കെ ആയിട്ടൊക്കെ വിടും, ഇല്ലേ? എന്നിട്ട് അതിലും അവരുടെ പെർഫോമൻസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് ആ സ്റ്റാഫിനെ നമ്മൾ കമ്പനിയിലേക്ക് നിയോഗിക്കുന്നത്. 3 month ട്രെയിനിങ് കൊടുക്കും. അപ്പൊ ട്രെയിനിങ് പീരീഡിലെ പെർഫോമൻസ് ഒക്കെ ഒന്ന് ഇവാലുവേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് പേഴ്സണെ നമ്മൾ കുറച്ചും കൂടി കമ്പനിയിലേക്ക് സ്റ്റാഫ് ആയിട്ട് നിയമിക്കുന്നത്, ഇല്ലേ? മിക്ക കമ്പനികളിലും ആണെങ്കിൽ ഇപ്പൊ ബിസിനസ് പരമായിട്ടൊക്കെ ആണെങ്കിൽ ട്രെയിനിങ് കൊടുക്കും. ഒരു 3 months ഒക്കെയാണ് നോർമലി ട്രെയിനിങ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇൻസെപ്ഷൻ ടു ഇന്റഗ്രേഷൻ വരെ, അതായത് ആരംഭം മുതൽ കമ്പനിയിൽ സ്റ്റാഫ് ആക്കുന്നത് വരെയുള്ള ആ ഒരു പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ആ ഒരു സെന്റൻസ് പഠിക്കാം, റിക്രൂട്ട്മെന്റ് എന്താണെന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ അണ്ടർലൈൻ ചെയ്തില്ലേ, അതാണ് റിക്രൂട്ട്മെന്റിന് പഠിക്കാനുള്ളത്. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് ആരംഭം മുതൽ കമ്പനിയിലോട്ട് ആ ഒരു പേഴ്സണെ എൻട്രി ചെയ്യാം, അതായത് ഇപ്പൊ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു റോള് കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങളും റിക്രൂട്ട്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സെലക്ഷൻ. എന്താണ് സെലക്ഷൻ എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാലോ, സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത്. എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? സെലക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാ സെലക്ട് ചെയ്യാം? സെലക്ഷൻ എന്താണ്? സെലക്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കുന്നു. നോക്കാം,
Selection is a process of identifying and hiring the applicant for the filling in the vacancies in an organization. Underline ചെയ്യാട്ടോ എന്താണ് selection എന്ന്. Selection is a process of identifying and hiring applicants for the filling the vacancies in an organization. കമ്പനിയിലെ ആ ഒരു ഓർഗനൈസേഷൻസിലെ ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആപ്ലിക്കൻസിനെ കണ്ടെത്തി കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തിക്കൊണ്ട് അവരെ നിയമിക്കുന്നതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണാറില്ലേ, കമ്പനിയിലേക്ക് ഇത്ര ഒഴിവുകള് അല്ലേ, അപ്പൊ ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു അല്ലെങ്കിൽ CV അയക്കാനൊക്കെ പറഞ്ഞിട്ട് നമ്പറൊക്കെ കൊടുക്കും ഇല്ലേ. അപ്പോ ആ കമ്പനിയിൽ കുറച്ച് വേക്കൻസികൾ ഉണ്ടാകാം, ചിലപ്പോൾ റിട്ടയർ ആയിട്ട് കുറച്ച് സ്റ്റാഫുകൾ പോയിട്ടുണ്ടാകാം. അങ്ങനെ എന്തെങ്കിലും ആയിട്ട് വേക്കൻസികൾ വരുമ്പോൾ ആ വേക്കൻസിലോട്ട് നമ്മൾ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കൻസിനെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ഇന്റർവ്യൂസ് ഒക്കെ നടത്തിക്കൊണ്ട് ആ വേക്കൻസി ഫില്ല് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക, സെലക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സെലക്ഷൻ അണ്ടർലൈൻ ചെയ്യാട്ടോ, പഠിക്കണം സെലക്ഷൻ എന്താണെന്ന്. ഓക്കെ ആണോ എല്ലാവരും? എന്ത് പറ്റി, റെസ്പോൺസ് കുറവാണല്ലോ. അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നുന്നു കൊമേഴ്സ് ഒക്കെ പഠിച്ച സ്റ്റുഡൻസിനൊക്കെ ഓക്കെ ആണ്. എങ്കിലും ബാക്കിയുള്ളവർക്കും കൂടി എളുപ്പം മനസ്സിലാക്കുന്ന രീതിയിൽ അത്രയും നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു രീതിയിലോട്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് എന്താ പറയാ, ഭയങ്കര എന്താ ഒരു കൊമേഴ്സ് ആ ഒരു ലെവലിലല്ല ടീച്ചർ പറയുന്നത്. കാരണം എനിക്ക് അറിയാം ഒത്തിരി പേര് ചിലപ്പോൾ ഗ്യാപ്പുള്ളവരുണ്ടാകാം അല്ലെ, ആദ്യമായിട്ട് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഈ കൂട്ടത്തിലുണ്ട് അല്ലേ. അപ്പൊ ഞാൻ മാക്സിമം എല്ലാവർക്കും ഒരുമിച്ചിട്ടുള്ള രീതിയിൽ സിമ്പിൾ ആക്കിയിട്ടാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ എല്ലാവരും? റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണോ ചോദിച്ചാണ് കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവർക്കും? കുഴപ്പമില്ലല്ലോ. ഈ ഒരു ചാപ്റ്റർ ഇങ്ങനെയാണ് കേട്ടോ, കാരണം ഇത് നമുക്ക് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒന്നല്ല. ഓക്കെ, മാക്സിമം ടീച്ചറത് എന്താ എളുപ്പം മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. എന്നിട്ടും എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോ റിക്രൂട്ട്മെന്റ് എന്താണെന്ന് നമ്മൾ കണ്ടു, അതുപോലെ സെലക്ഷൻ ക്ലിയർ ആണല്ലോ, റിക്രൂട്ട്മെന്റും സെലക്ഷനും. നെക്സ്റ്റ് വൺ പ്ലേസ്മെന്റ്. ഓക്കെ, അടുത്തതാണ് പ്ലേസ്മെന്റ്. പ്ലേസ്മെന്റ് എന്ന് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണല്ലോ, എല്ലാവരും കേട്ടിട്ടുണ്ടോ ടൈം ആണല്ലോ പ്ലേസ്മെന്റ് കൊടുക്കുക അല്ലേ. നോക്കാം, placement is the process of assigning specific job to each one of the selected candidates. അതായത് ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ നടത്തി സെലക്ടഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ജോബ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 6 months ഒക്കെ ആകാം, ചിലപ്പോൾ അത് എന്താ പറയാ ടെമ്പററിലേക്ക് ആയിരിക്കും അല്ലെ. പ്ലേസ്മെന്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് ചിലവർക്കാണെങ്കിൽ അവരുടെ സ്കിൽസും അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പെർഫോമൻസിലൂടെ ചിലപ്പോൾ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പ്ലേസ്മെന്റിലേക്ക് ഇറക്കൊണ്ട് അവരുടെ പെർമനന്റ് സ്റ്റാഫ് ഒക്കെ ആകാറുണ്ട്. അത് ഓരോ അവരുടെ എന്താണ് പെർഫോമൻസ് ലെവലും അവരുടെ ടാലന്റ് അനുസരിച്ചൊക്കെയാണ് നമ്മൾ പ്ലേസ്മെന്റിലൂടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ സെലക്ടഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ജോലി നമ്മൾ ജോബ് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും പ്ലേസ്മെന്റ് കിട്ടണമെന്നില്ല, കാരണം അവരുടെ കഴിവനുസരിച്ചിട്ടാണ്, അവരുടെ പെർഫോമൻസ് സ്കിൽസ് അവരുടെ ആ ഒരു ലെവൽ അനുസരിച്ചൊക്കെയാണ് പ്ലേസ്മെന്റ് ലഭിക്കുന്നത്. 6 months ഒക്കെ ചിലപ്പോൾ പ്ലേസ്മെന്റ് ലഭിക്കാം. ദെൻ അവരുടെ പെർഫോമൻസിന്റെ അനുസരിച്ചുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാനും സാധിക്കും. ഓക്കെ, 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്: റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്. പെട്ടെന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ 3 കാര്യങ്ങളും. ഓക്കെ, നെക്സ്റ്റ് വൺ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നോക്കാം കേട്ടോ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് റെഫർ ടു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് വിത്തിൻ എ കമ്പനി. ഒരു കമ്പനിയുടെ ഉള്ളിലെ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസിനെയാണ് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം,
created to enhance the knowledge and skills of employee while providing information and instruction on how to better perform specific tasks. കമ്പനിയിലെ സ്റ്റാഫുകൾക്ക് അവരുടെ നോളജും സ്കിൽസും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്പനിയിൽ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്സ് കൊടുക്കുന്നു. അവർക്ക് അതിനായിട്ടുള്ള ഇൻഫോർമേഷൻസുകളും ഇൻസ്ട്രക്ഷൻസുകളൊക്കെ നൽകിക്കൊണ്ട് ട്രെയിനിങ്സ് കൊടുത്ത് അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്പെസിഫിക് ടാസ്കിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ജോലിയിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ 3 month ട്രെയിനിങ് ആയിരിക്കും അല്ലേ. അപ്പൊ ആ ഒരു ട്രെയിനിങ് പീരീഡിലാണ് അവർ കമ്പനിയെ കുറിച്ചും എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് അല്ലെ, ട്രെയിനിങ് പീരീഡിൽ അവർക്ക് അതിനുള്ള ക്ലാസ്സുകളും അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പീരീഡിൽ അവരുടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രെയിനിങ് പീരീഡ് കൊടുക്കുന്നത്. ദെൻ 3 months കഴിഞ്ഞിട്ട് അവരുടെ ടാസ്കിൽ കുറച്ചും കൂടി നല്ലൊരു പെർഫോമൻസ് ഒക്കെ ബെറ്റർ ഒക്കെ ആയതിനു ശേഷമേ അവര് നെക്സ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ജോലിയിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. സോ ട്രെയിനിങ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് നല്ല രീതിയിൽ കമ്പനിക്ക് വേണ്ടി പെർഫോമൻസ് ചെയ്യണം അല്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ട്രെയിനിങ് നോർമൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന കാര്യം തന്നെ. ഓക്കെ, ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ ടാസ്കുകൾ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കാം. ഓക്കെ, ജോലി എങ്ങനെയാണ് ചെയ്യേണ്ടത്, അപ്പൊ ആ സ്റ്റാഫുകൾക്ക് ജോലി ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ട്രെയിനിങ് പീരീഡിൽ അവർ ഭംഗിയായിട്ട് നെക്സ്റ്റ് ടൈം അവർ ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, then training is a short term reactive process meant for operative and processes while develop. Okay, ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ടേം റിയാക്റ്റീവ് പ്രോസസ് ആണെന്ന്. ഷോർട്ട് ടൈം അല്ലേ ആണോ? ട്രെയിനിങ് എന്ന് പറഞ്ഞാല് ഏറ്റവും കുറഞ്ഞത് എനിക്ക് തോന്നുന്നു 3 months അല്ലെങ്കിൽ maybe 6 months ആകാം അല്ലേ. ഒരു കുറഞ്ഞ മീൻസ് ഒരു 3 months 6 months ഒക്കെ ആയിരിക്കും ട്രെയിനിങ് പീരീഡ് എന്ന് പറയുന്നത്. Then meant for operative and process, അതായത് ആ ഒരു പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു കുറഞ്ഞ കാലയളവിലായിരിക്കും, ഒരു ഷോർട്ട് ടേം ആണത്. പക്ഷെ while development is designed as a continuous proactive process. ഡെവലപ്മെന്റ്, വികസനം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള പുതിയ പുതിയ ടെക്നിക്കലുകൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ബിസിനസ്സിൽ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരിക, അതെല്ലാം എന്താണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള proactive പ്രോസസ് ആണ്. Then in training, employees aims to develop a total personality. ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എയിം ചെയ്യുന്നത്, ട്രെയിനിങ്ങിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ടോട്ടൽ പേഴ്സണാലിറ്റിയെ തന്നെ ഡെവലപ്മെന്റ് ചെയ്യുകയാണ് ട്രെയിനിങ് വഴി ചെയ്യുന്നത്. അതാണ് ട്രെയിനിങ്ങിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. അവരുടെ ടോട്ടൽ പേഴ്സണാലിറ്റിയെ വികസിപ്പിക്കുകയാണ് എല്ലാ തരത്തിലും. അത് കമ്പനിക്കും കുറച്ചുകൂടി ബെറ്റർ ആണ്, കാരണം അവരുടെ പെർഫോമൻസിൽ അവരുടെ പേഴ്സണാലിറ്റി കുറച്ചുകൂടി ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പെർഫോമൻസിൽ ബെറ്റർ ആയിരിക്കും അല്ലേ. ഇപ്പൊ നമുക്ക് ഒരു അറിവില്ല, നമ്മൾ ആദ്യമായിട്ട് ജോലിക്ക് കയറുകയാണ് നിങ്ങൾ, അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് എങ്ങനെ ചെയ്യണം എന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ നമുക്ക് ട്രെയിനിങ് തരികയാണ്, 3 months ട്രെയിനിങ് തരുമ്പോൾ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആകും അല്ലേ. ഓട്ടോമാറ്റിക്കലി നമ്മൾ വർക്കിന്റെ ഒപ്പം തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആകുമ്പോൾ നമ്മുടെ വർക്കിൽ അത് ഇഫക്ട് ചെയ്യും അല്ലേ. അപ്പൊ നമ്മളുടെ ടോട്ടൽ പേഴ്സണാലിറ്റിയും കൂടി ഒരു ട്രെയിനിങ്ങിൽ വഴി ഡെവലപ്പ് ആകുന്നു. Then in training, the initiative is taken by management. ട്രെയിനിങ് തരുന്നത് എപ്പോഴും ആരായിരിക്കും ട്രെയിനിങ് തരുന്നത്? കമ്പനിയിലെ മാനേജ്മെന്റ് ആണ് അല്ലെ. നമ്മൾക്ക് ഇഷ്ടത്തിനാണോ നമുക്ക് ട്രെയിനിങ് ലഭിക്കുക? അല്ല, മറിച്ച് കമ്പനി തന്നെയാണ് നമുക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇത്ര സ്ഥലത്ത് അല്ലെങ്കിൽ വേറൊരു ഏരിയയിലായിരിക്കാം ട്രെയിനിങ് തരുന്നത്. സോ മാനേജ്മെന്റ് ആണ് ട്രെയിനിങ്സ് നമുക്ക് നൽകുന്നത്. With the objectives of meeting present need of an employee. എംപ്ലോയിയുടെ പ്രസന്റ് നീഡ്, അവന്റെ ഇപ്പോഴത്തെ സാഹചര്യം, അതായത് ഇപ്പൊ അവന് ജോലിയെ കുറിച്ച് അറിയില്ല, ജോലിയിൽ പ്രവേശിക്കാൻ പോവുകയാണ്. സോ അപ്പൊ അവന് അതിനെ കുറിച്ചിട്ടുള്ള അറിവാണ് വേണ്ടത്. സോ അതിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ മാനേജ്മെന്റ് ആണ് ട്രെയിനിങ് കൊടുക്കുന്നത്. In development initiative taken by individual with the objectives to meet future need of an employee. മറിച്ച് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ്. പക്ഷെ അത് നമുക്ക് നൽകുന്ന ഒരു മാനേജ്മെന്റ് എന്നല്ല, ഇൻഡിവിജ്വൽ തന്നെയാണ്. ഇതിനു വേണ്ടി ഫ്യൂച്ചർ നീഡ്, അതായത് ഫ്യൂച്ചറിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആകണം, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ് ഡെവലപ്മെന്റ് ചെയ്യുന്നത്. അത് നമ്മൾ തന്നെ സ്വയം വികസനം ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പൊ രണ്ടും തമ്മിൽ ജസ്റ്റ് കമ്പാരിസൺ പോലെ പറഞ്ഞിരിക്കുകയാണ്. ഒന്നുകൂടി പറയാം, ട്രെയിനിങ്ങും ഡെവലപ്മെന്റ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഷോർട്ട് ടേം ആണ് അല്ലെ. ഇപ്പൊ കമ്പനി മാനേജ്മെന്റ് നൽകുന്നതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. 3 months ആകാം അല്ലെങ്കിൽ ഒരു 6 months ആവാം.
അപ്പോ ആ ഒരു സ്റ്റാഫിന്റെ അപ്പോഴത്തെ നീഡ്, പ്രസന്റ് നീഡിനനുസരിച്ചിട്ടാണ് നമ്മൾ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. പുതിയ പുതിയ വികസനങ്ങളാണ്. സോ അത് മാനേജ്മെന്റ് എന്നല്ല തരുന്നത്, നമ്മൾ ഇൻഡിവിജ്വൽ തന്നെയാണ് ഡെവലപ്പ് ചെയ്തത്, നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്യുന്നത്. ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെവലപ്മെന്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ തന്നെ നമ്മളുടെ വ്യത്യാസങ്ങളൊക്കെ തിരിച്ചറിയുക, പുതിയ പുതിയ കഴിവുകള്, നമുക്ക് അറിവില്ലാത്തതാണെങ്കിൽ നോളജ് നമുക്ക് കുറച്ചും കൂടി അറിവ് നേടാം. ഇപ്പൊ ഒരു സിസ്റ്റം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ തന്നെ സ്വയം ഡെവലപ്പ് ആവുന്നതാണ് അല്ലെ. ഇപ്പൊ സെക്കൻഡ് ഇയർ, ഒരു ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴേക്കും, ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷം കിടക്കുമ്പോഴേക്കും നിങ്ങൾ മാക്സിമം എല്ലാ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണോ? ഇത്ര ഇതിൽ പറയുന്നത്, കൂടുതലായിട്ടൊന്നും പറയാനില്ല. കൂടുതലായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി പോകും. വായിച്ചു നോക്കിക്കോളൂ. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. റെമ്യൂണറേഷൻ. റെമ്യൂണറേഷൻ ഇന്ന് റെമ്യൂണറേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിഫലം. മലയാളത്തിൽ അറിയില്ലാത്തവർ എഴുതി വെച്ചോളൂ. Remuneration is the payment or compensation received for service or employment. Underline ചെയ്യാ, എന്താണ് remuneration? Remuneration is the payment or compensation received for services or employment. അല്ലേ? അതായത് എന്താണ് റിമ്യൂണറേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സർവീസസ്, നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ സ്റ്റാഫുകള് അവരുടെ സേവനങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാകാം, അല്ലെങ്കിൽ കോമ്പൻസേഷൻ അല്ലെ, നഷ്ടപരിഹാരമോ ആകാം. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രതിഫലം. അല്ലെ, നഷ്ടപരിഹാരമാകാം, അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന സേവനത്തിനുള്ള ഒരു എന്താ പറയാ, സാലറി, ശമ്പളം എന്നൊക്കെ നമ്മൾ പറയാം അല്ലെ. This include base salary and any bonus or other economic benefits that an employee or executive receives during employment. അപ്പോ എന്താണ് പറയുന്നത്? ഇറ്റ് ഇൻക്ലൂഡ്, അതായത് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾക്കുള്ള ഒരു പ്രതിഫലമാകാം, ദെൻ കോമ്പൻസേഷൻ ആകാം. ഇറ്റ് ഇൻക്ലൂഡ്, എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? സാലറി, ബോണസ്, ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്, പ്രതിഫലമാണ്. ദെൻ അതർ എക്കണോമിക് ബെനിഫിറ്റ്സ്, മറ്റേ ബോണസും കൂടാതെ നമുക്ക് കിട്ടുന്ന ഇപ്പോ എന്തെങ്കിലും ഡി അങ്ങനെയുള്ള അലവൻസുകളൊക്കെ ഉണ്ടാവുമല്ലോ, PF അങ്ങനെയുള്ള അലവൻസുകളെയും കൂടി ഇൻക്ലൂഡ് ആണ് റെമ്യൂണറേഷനിൽ. ഈ അത് സൈഡ് ഇതൊക്കെ നമുക്ക് സേവനങ്ങളൊക്കെ ലഭിക്കുന്നതാണല്ലോ. വായിച്ചു നോക്കാം കേട്ടോ, റെമ്യൂണറേഷൻ വായിക്കാം. Clear ആണോ remuneration? Okay. Next one, performance appraisal. In the performance appraisal എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ പ്രകടനത്തിന്റെ വിലയിരുത്തല്, സ്റ്റാഫിന്റെ പ്രകടനത്തിന്റെ വിലയിരുത്തല്. The term performance appraisal refers to the regular review of an employee's job performance and overall contribution to a company. The term performance appraisal, അതായത് പ്രകടന വിലയിരുത്തൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ജീവനക്കാരൻ, ഒരു എംപ്ലോയി, ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരൻ എന്താണ് അവന്റെ ജോലി പ്രകടനം, അവൻ എങ്ങനെയാണ് അവന്റെ ജോലിയിൽ വർക്ക് ചെയ്യുന്നത്, കംഫർട്ട് ആണോ, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള വർക്ക് അവൻ ചെയ്യുന്നുണ്ടോ, അപ്പൊ അവന്റെ ജോലിയിലുള്ള ഒരു പ്രകടന വിലയിരുത്തലും, അല്ലെങ്കിൽ അവന്റെ ഓവറോൾ കോൺട്രിബ്യൂഷൻ ടു എ കമ്പനി, അവന്റെ കമ്പനിയിലേക്കുള്ള ഒരു സംഭാവന എന്ന് വെച്ചാൽ എന്താണ്?
കമ്പനിക്ക് വേണ്ടി അവൻ മൊത്തത്തിൽ ടോട്ടൽ ആയിട്ട് ഓവറോൾ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? അതായത് കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ സംഭാവന കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവന്റെ വർക്കാണ്. കമ്പനിക്ക് വേണ്ടി അവൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇതിനെല്ലാമാണ് പെർഫോമൻസ് അപ്രൈസൽ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അവൻ വർക്ക് ചെയ്യുന്നുണ്ടോ? കമ്പനിക്ക് വേണ്ടി അവൻ ടോട്ടൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? സംഭാവന കൊടുക്കുന്നുണ്ടോ? സംഭാവന കൊടുക്കാന്ന് വെച്ചാല് നല്ല രീതിയിൽ അവൻ വർക്ക് ചെയ്യുന്നുണ്ടോ? കമ്പനിയുടെ ഒരു ബെറ്ററിന് വേണ്ടിയിട്ടാണോ അവൻ വർക്ക് ചെയ്യുന്നത്? ഇതിനെല്ലാമാണ് പെർഫോമൻസ് അപ്രൈസൽ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓൾസോ നോൺ ആസ് ആനുവൽ റിവ്യൂ. പെർഫോമൻസ് അപ്രൈസലിന് പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കൂ. Also known as annual review, performance review, evaluation or employee appraisal. Performance appraisal evaluates an employee skills, achievement and growth or lack thereof. Okay, പേരുകളാണ്. എല്ലാത്തിന്റെയും മീനിങ് സെയിം തന്നെയാണ്. പെർഫോമൻസ് അപ്രൈസൽ പ്രകടന വിലയിരുത്തൽ. കണ്ടോ? ആനുവൽ റിവ്യൂ ടോട്ടൽ ആയിട്ട് ഒരു റിവ്യൂ, പെർഫോമൻസ് റിവ്യൂ ഇവാലുവേഷൻ വിലയിരുത്താം, എംപ്ലോയി തൊഴിലാളികളുടെ വിലയിരുത്തല, പെർഫോമൻസ് അപ്രൈസ് എംപ്ലോയി സ്കിൽസ് അവന്റെ കഴിവുകളെ വിലയിരുത്തുക, അച്ചീവ്മെന്റ് അവന്റെ ലക്ഷ്യങ്ങളെയൊക്കെ വിലയിരുത്തുക. ഇങ്ങനെ പേരുകളിലും പെർഫോമൻസ് അപ്രൈസിൽ അറിയപ്പെടുന്നത്. ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പെർഫോമൻസ് അപ്രൈസിൽ അറിയപ്പെടുന്ന പേരുകൾ. ഓക്കെ, നെക്സ്റ്റ് വൺ എടുക്കാലോ. അടുത്തത് കൂടി എടുത്തിട്ട് ഒന്ന് വായിക്കാം കേട്ടോ. പ്രമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. പ്രമോഷനും ട്രാൻസ്ഫറും നമ്മൾ പരിചിതമുള്ള വാക്കാണ് അല്ലേ? നോക്കാം. പ്രമോഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ മൂവ്മെന്റ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ പൊസിഷൻ ടു അനദർ പൊസിഷൻ ഓഫ് എ ഹയർ പേ ഗ്രേഡ് ഓർ സാലറി. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്താണ് പ്രമോഷൻ? പ്രമോഷൻ ഈസ് ഡിഫൈൻഡ് ആസ് മൂവ്മെന്റ് ഓഫ് ആൻ എംപ്ലോയി. എംപ്ലോയിയുടെ മൂവ്മെന്റ് ആണ് ഫ്രം വൺ പൊസിഷൻ ടു അനദർ പൊസിഷൻ. ഒരു പൊസിഷനിൽ നിന്നും അനദർ പൊസിഷനിലേക്കുള്ള മൂവ്മെന്റ് ആണ് പ്രമോഷൻ എന്ന് വിളിക്കുന്നത്. ഓഫ് എ ഹയർ പേ ഗ്രേഡ് ഓർ സാലറി. ഹയർ സാലറി ആയിരിക്കും ഹയർ ഗ്രേഡിലേക്കുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ പ്രമോഷൻ എന്ന് വിളിക്കുന്നത്. സാലറി കൂടും അല്ലെ? പ്രമോഷൻ എന്ന് പറയുമ്പോൾ ഗ്രേഡ് പൊസിഷൻ മാറി അല്ലെ? ചിലപ്പോ ഒരു അസിസ്റ്റന്റ് മാനേജർ എന്നുള്ള ഒരു പൊസിഷനിൽ നിന്നും മാനേജർ പൊസിഷനിലേക്ക് മാറി. അപ്പോൾ നമ്മുടെ ഗ്രേഡ് കൂടി സാലറിയും ഒപ്പം കൂടി. ഓക്കെ, അതിനെയാണ് എന്ത് വിളിക്കുക? പ്രമോഷൻ എന്ന് പറയുന്നത്. Then transfer. Next one, transfer. Transfer is defined as the movement of an employee from one position to another position at the same pay grade level or similar salary. Transfer എന്ന് പറഞ്ഞാലും മൂവ്മെന്റ് ആണ്. പൊസിഷൻ വൺ പൊസിഷനിൽ നിന്നും അടുത്തൊരു നെക്സ്റ്റ് പൊസിഷനിലേക്ക് മൂവ്മെന്റ് ആണ്. പക്ഷെ സെയിം പേ ഗ്രേഡ് ലെവൽ ഓർ സിമിലർ സാലറി. സാലറിയിലും ഗ്രേഡിലൊന്നും വ്യത്യാസം വരുന്നില്ല. ഓൺലി എന്താ സ്ഥലം മാറ്റം മാത്രം വരുന്നുള്ളൂ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. എംപ്ലോയ്മെന്റിന്റെ ചിലപ്പോ അതിനത്തിന്റെയും ചേഞ്ചസ് ഒക്കെ വരുമ്പോഴാണ് ട്രാൻസ്ഫർ ഒക്കെ വരുന്നത്. അവിടെ സാലറി ഒന്നും ഗ്രേഡും സാലറിയും ഒന്നും മാറുന്നില്ല. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. രണ്ടെണ്ണം വായിക്കണേ. പെർഫോമൻസ് അപ്രൈസലും പ്രമോഷൻ ആൻഡ് ട്രാൻസ്ഫറും വായിക്കാം. Okay, next one, leading or directing. This is influencing people. ലീഡിംഗ് എന്നുള്ളത് പീപ്പിളിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അതായത് ലീഡിംഗ് എന്ന് വെച്ചാൽ ഒരു നേതൃത്വം അല്ലെ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു മേൽനോട്ടം വഹിക്കുക എന്ന് പറയുമ്പോൾ അത് ജനങ്ങളെ നമ്മൾ നിയന്ത്രിക്കാനും കാര്യങ്ങളൊക്കെ പറയാനും ഒരു നേതൃത്വം ഉണ്ടാകും, ലീഡർഷിപ്പ് ഉണ്ട്. സോ that they will contribute to the organization and group goals in an effective manner.
സോ ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഓർഗനൈസേഷനിലോട്ട് അല്ലേ. നമ്മൾ സ്വന്തം ഇഷ്ടത്തിന് നടക്കാതെ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ കുറച്ചും കൂടി നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും പോരായ്മയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഈ ലീഡിംഗ് ഒക്കെ നോക്കി നേതൃത്വം ഉണ്ടെങ്കിൽ അവര് നമ്മളോട് പറഞ്ഞു തരും അല്ലെ. നമ്മൾ ലീഡ് ചെയ്യാനായിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് പെർഫോമൻസിൽ കുറച്ച് ബെറ്റർ ആക്കാനുണ്ട്, അപ്പൊ നമ്മളുടെ കോൺട്രിബ്യൂഷൻ കൂടുന്നുണ്ട്. Then directing, next one directing. Directing എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താ പറയാ, സംവിധാനം എന്നൊക്കെ പറയും അല്ലെ, അതായത് ടോട്ടലായിട്ട് ചെയ്യുന്നത്. Directing is the influencing people's behavior. Directing എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആ ഒരു ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് through motivation, communication, group dynamics, leadership and discipline. എന്തിലൂടെ? പീപ്പിൾസിന്റെ ബിഹേവിയറിനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഡയറക്റ്റിംഗ് സംവിധാനം. ത്രൂ മോട്ടിവേഷൻ, ജനങ്ങൾക്ക് നമുക്ക് സ്റ്റാഫുകൾക്ക് മോട്ടിവേഷൻ കൊടുക്കാം അവരോടുള്ള കമ്മ്യൂണിക്കേഷൻസിലൂടെയും, ദെൻ ഗ്രൂപ്പ് ഡൈനാമിക്സ് ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലൂടെയും, ലീഡർഷിപ്പിലൂടെയും, ഡിസിപ്ലിനിലൂടെയും എന്താ നമുക്ക് അവരുടെ ബിഹേവിയറിനെ കുറച്ചും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നു. ദെൻ ഡയറക്റ്റിംഗ് ഇൻക്ലൂഡ്സ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. ഇമ്പോർട്ടന്റ് ആണ് ഡയറക്റ്റിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന്. ഗിവിംഗ് ഓർഡേഴ്സ് അല്ലെ, അതായത് ഓർഡറുകളൊക്കെ കൊടുക്കണം, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഓരോ ഡ്യൂട്ടികള്. മേക്കിംഗ് സൂപ്പർവിഷൻ ഒരു മേൽനോട്ടം കൊടുക്കുക സ്റ്റാഫുകൾക്കിടയിൽ. ദെൻ ലീഡിങ് ലീഡ് ചെയ്യുക, മോട്ടിവേറ്റിംഗ്, ദെൻ കമ്മ്യൂണിക്കേറ്റിംഗ്. ഇത്രയുമാണ് ഡയറക്റ്റിംഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി, അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതില്ലാത്ത ഡെഫിനേഷൻ ആയിട്ടൊന്നും പറയുന്നില്ല, എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത് ഈ 4 പോയിന്റ്സ് 5 പോയിന്റ്സുകൾ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. ഓക്കെ, ഇവിടെ വേറെ അണ്ടർലൈൻ ചെയ്യാവുന്നില്ല, ജസ്റ്റ് ലീഡ് ചെയ്യാവുന്ന ഒരു മീനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. ലീഡിംഗ് ഡയറക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ 4ാമത്തെ ഫംഗ്ഷൻ ആണ് കേട്ടോ. നമ്മൾ നമ്പർ ഇട്ടിട്ടില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ നമ്പർ ഇട്ട് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നമ്പർ ഇട്ടായിരുന്നോ? 5 ഫംഗ്ഷൻസ് ആണല്ലോ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതിലുള്ള 4ാമത്തെ ഫംഗ്ഷൻ ആണ് ലീഡിംഗ് ആൻഡ് ഡയറക്റ്റിംഗ്. ഓക്കെ, നമ്പർ ഇട്ട് വെച്ചാൽ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് പോയിന്റ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് നോക്കുമ്പോൾ മൊത്തം കൺഫ്യൂഷൻ ആയി പോകാം. ഓക്കെ, then ലാസ്റ്റ് ഫംഗ്ഷൻ ആണ് കൺട്രോളിംഗ്. ഓക്കെ, അപ്പോ മാനേജ്മെന്റിന്റെ 5ാമത്തെ ഫംഗ്ഷൻ ആണ് കൺട്രോളിംഗ്. നോക്കാം, ദിസ് ഈസ് ദ മെഷറിംഗ് ആൻഡ് correcting the activities of subordinates in order to ensure that events conform to plans. Subordinate, ആരാ subordinate എന്ന് പറഞ്ഞാൽ? സബോർഡിനേറ്റ് കീഴുദ്യോഗസ്ഥര് അല്ലെ, അതായത് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥര്. അവർക്കുള്ള ചിലപ്പോ സൂപ്പർവൈസർ ഉണ്ടാകാം, ഇൻചാർജറും അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പൊ കൺട്രോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? അവരെ നിയന്ത്രിക്കുക, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക. അതായത് സബോർഡിനേറ്റിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് ശരിയായിട്ടുള്ള രീതിയിലാണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പെർഫോമൻസിൽ മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യുക, കൺഫേം ചെയ്തിട്ട് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ അവരോടൊക്കെ പറയുക, നിയന്ത്രിക്കുക അവരുടെ പ്രവർത്തനങ്ങളെ. All the above activities need to back up the process of coordination by the manager administrator at all levels. അപ്പൊ എല്ലാ പ്രവർത്തനങ്ങളും, അതായത് അവരുടെ സബോർഡിനേറ്റ്സ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയൊക്കെ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കോർഡിനേറ്റ് ഒക്കെ ചെയ്ത് പ്രവർത്തിക്കേണ്ടത് മാനേജറും അഡ്മിനിസ്ട്രേറ്റേഴ്സുമാണ്. ഓക്കെ, അപ്പൊ താഴെയുള്ള അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. ദെൻ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളല്ല, അവർക്ക് ഇപ്പൊ പോരായ്മകൾ, അവർ ചെയ്യുന്ന വർക്കില് പെർഫോമൻസില് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് ശരിയാക്കുക. ഇതെല്ലാം ചെയ്യുന്ന ഉത്തരവാദിത്വം ആർക്കാണ്? മാനേജറിനും അഡ്മിനിസ്ട്രേറ്റർക്കുമാണ്. ഇനി നെക്സ്റ്റ് ഒരു ഡെഫിനേഷൻ ആണ് പറയുന്നത്, അത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. തിയോ ഹൈമാന്റെ ഒരു ഡെഫിനേഷൻ ആണ് കൺട്രോളിംഗ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള
Theo Heiman's definition ആണ് നോക്കുക, അണ്ടർലൈൻ ചെയ്യാനുള്ള ഡെഫിനേഷൻ. Controlling is the process of checking whether or not proper progress is being made towards the objectives and goals, acting if necessary to correct any deviation. Underline ചെയ്യാട്ടോ. Theo Heiman പറയുന്നതാണ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതായത് controlling is the process of checking whether or not proper progress is being made towards objectives and goals. Objective goal എന്ന് പറയുന്നത് ലക്ഷ്യങ്ങളാണ്, കമ്പനിയുടെ ലക്ഷ്യങ്ങൾ. ലക്ഷ്യങ്ങള് എന്താണ്? ഒരു പുരോഗതി, ഒരു പ്രോഗ്രസ്, നോട്ട് പ്രോപ്പർ പ്രോഗ്രസ് ഓർ പ്രോഗ്രസ്. അതായത് കമ്പനിയുടെ ലക്ഷ്യങ്ങളിൽ ഒരു പുരോഗതി എന്താണ് ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ, പ്രോഗ്രസ് ഉണ്ടോ അല്ലെങ്കിൽ പ്രോഗ്രസ് ഇല്ലയോ എന്ന് പരിശോധിക്കുകയാണെന്ന്. ലക്ഷ്യങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ കിട്ടോ കമ്പനിക്കെന്ന് നമ്മൾ പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുക. അതിനെയാണ് കൺട്രോളിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, സ്റ്റാഫിന്റെ പ്രകടനങ്ങളൊക്കെ നോക്കും, ഇനി പ്രകടനങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അവരത് വികസിപ്പിക്കാനായിട്ട് പുരോഗതി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് അവരുടെ ഡെഫിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലക്ഷ്യങ്ങൾ ശരിയായ രീതിയിൽ പുരോഗതി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാഫുകളെ ചെക്ക് ചെയ്യുന്നു. എന്താണ് ആവശ്യമെങ്കിൽ, ബെറ്റർ അല്ല എങ്കിൽ അതിനായിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൺട്രോളിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൺട്രോളിംഗിൽ വരുന്ന സ്റ്റെപ്സ്, 3 സ്റ്റെപ്സ് ആണ് കൺട്രോളിംഗിൽ വരുന്നത്. നോക്കുക, നമ്മൾ നിയന്ത്രിക്കലോ അതിൽ വരുന്ന സ്റ്റെപ്പുകളാണ്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആൻഡ് മെഷറിംഗ് പെർഫോമൻസ്. അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രകടനത്തിന്റെ വിലയിരുത്തൽ അല്ലെങ്കിൽ പ്രകടനങ്ങൾ അളക്കാം, പെർഫോമൻസ് നോക്കാം. ഓരോ സ്റ്റാഫുകളുടെ പ്രകടനം എങ്ങനെയാണ്, അവരുടെ പെർഫോമൻസിന് മെഷർ ചെയ്യുന്നു. ദെൻ കറക്റ്റിംഗ് ഡീവിയേഷൻ ഫ്രം സ്റ്റാൻഡേർഡ്സ്. മാനദണ്ഡങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ശരിയായിട്ടുള്ള രീതിയിലാണോ, കറക്റ്റ് ഡീവിയേഷനിലാണോ അവർ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. കമ്പയറിംഗ് ആക്ച്വൽ റിസൾട്ട് വിത്ത് സ്റ്റാൻഡേർഡ്. എന്താണ് സ്റ്റാൻഡേർഡുമായിട്ടൊക്കെയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണോ, റിസൾട്ടുകളൊക്കെ ചെക്ക് ചെയ്യാന്ന്, നല്ല രീതിയിലുള്ള റിസൾട്ട് ആണോ പെർഫോമൻസിൽ നിന്നും അവർക്ക് ലഭിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുക. സ്റ്റെപ്സ് ആണ് ഇപ്പൊ പറയുന്നത്. സ്റ്റെപ്സ് അതുപോലെ തന്നെ ഒന്ന് പഠിച്ചിരിക്കാം. ഓക്കെ, 3 സ്റ്റെപ്പുകളും അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ദെൻ കൺട്രോളിംഗിന്റെ ആ ഒരു ഡെഫിനേഷൻ, തിയോ ഹൈമാന്റെ ഡെഫിനേഷൻ ഓർത്തിരിക്കാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. കൺട്രോളിംഗ് ഓക്കെ, അപ്പൊ നമ്മള് മാനേജ്മെന്റിന്റെ 5 ഫങ്ഷൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് ലീഡിങ്, ദെൻ ലാസ്റ്റ് വൺ കൺട്രോളിങ്. ഓക്കെ, ക്ലിയർ ആണോ? 5 പോയിന്റ്സ്, 5 ഫങ്ഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 5 ഞാൻ നമ്പർ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്പർ ഇട്ട് വെക്കണം കേട്ടോ. 5ാമത്തതാണ് കൺട്രോളിങ്. ഓക്കെ, ക്ലിയർ ആണോ? വളരെ കുറച്ച് ഭാഗം എടുത്ത് പോകുന്നുള്ളൂ. അത് മാക്സിമം ഒരു നമ്മള് ചെറിയൊരു പോർഷൻ ആണെങ്കിലും അതിൽ ഒത്തിരി പഠിക്കാനായിട്ടുണ്ട്. ഇല്ലേ, നിങ്ങൾക്ക് ചാപ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാലോ. നമ്മളുടെ PG ലെവൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമ്മള് ബേസിക് ഒക്കെ പഠിച്ചു കഴിഞ്ഞതാണ്. ആ ഒരു ലെവലിൽ തന്നെയാണ് നമ്മുടെ ചാപ്റ്റേഴ്സും പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോ കുറച്ച് ഭാഗമാണെങ്കിലും അവിടെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് പഠിക്കാനുണ്ട്. അപ്പോ എഫേർട്ട് എടുത്ത് തന്നെ പഠിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പോലെന്ന് തോന്നിയേക്കാം. ചാപ്റ്റേഴ്സിന്റെ അങ്ങനെയാണ് ചാപ്റ്ററുകൾ അല്ലേ. അപ്പൊ മോഡലൊന്നും തോന്നണ്ട, എല്ലാ ടീച്ചേഴ്സും വളരെ കുറച്ചാണ് എടുക്കുന്നത് അല്ലേ. ഒരുപാടൊന്നും ഇത് പോകുന്നില്ല. മാക്സിമം 1-2 പ്രാവശ്യം റിപ്പീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുക. മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണോ? നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മതിയല്ലോ. ഇപ്പോ 5 ഫങ്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ പോലെ ഇനി അടുത്ത സെക്ഷൻ, ഇനി അടുത്തത് വരുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് തന്നെയാണ്. നമ്മളുടെ ഫങ്ഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്.
ദെൻ PG പഠനമൊക്കെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? എക്സാമിന് വേണ്ടി എക്സാമുകളൊക്കെ എനിക്ക് ഇതിനിടയ്ക്ക് എങ്കിലും നമ്മൾ കുറച്ച് സമയം മാറ്റിയൊക്കെ വെക്കാട്ടോ. പഠിക്കാം, എഫേർട്ട് എടുക്കുമ്പോഴേക്ക് നമ്മൾ എഫേർട്ട് എടുക്കുക. എന്തായാലും അതിന്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ദെൻ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി പഠിക്കാനൊക്കെ ശ്രമിക്കുക കേട്ടോ. ചാപ്റ്റേഴ്സ് കുറച്ച് നമ്മൾ തന്നെ സ്വയം നിങ്ങൾക്ക് തന്നെ എഫേർട്ട് എടുക്കണം. കാരണം നമുക്ക് ചെറിയ ചെറിയ പോയിന്റ്സുകളല്ല, ഒരു പോയിന്റിൽ തന്നെ ഒരുപാട് പോയിന്റ്സ് ഒക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോ അത് പ്രാധാന്യം കൊടുക്കുക. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഇതുവരെ എടുത്തതിൽ തന്നെ ഒത്തിരി ഡെഫിനേഷൻസ് കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ, ഡെഫിനേഷൻസ് അങ്ങനെ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ എല്ലാവരോടും ഞാൻ കമ്പൽസറി ആയിട്ട് പറയണില്ല. മറ്റ് എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോരുത്തർക്കും. അപ്പൊ പറ്റുന്നവരാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഷോർട്ട് നോട്ടൊക്കെ എന്താ പറയാ ഡെഫിനേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. മോഡൽ 5 ക്ലിയർ ആയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതുവരെ നോക്കിയത് നന്നായിട്ടൊക്കെ നോക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. Thank you.